ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. മാഡത്തിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അനുസരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എങ്കി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഇങ്ങ് തന്നേക്ക്. പറ്റൂ നിനക്ക്? ഞാൻ വിളിച്ച് സംസാരിച്ചാലേ അത് കൂടും. അപ്പൊ പിന്നെ നടക്കുന്ന ചടങ്ങുകളിലൊന്നും മനസമാധാനത്തോടെ എന്റെ കുഞ്ഞിന് നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ചാല് അവരുടെ രീതി അനുസരിച്ചാ മുന്നോട്ട് പോവേണ്ടത്. അതെ. അല്ലാണ്ട് അമ്മയാണ്, ഒരുപാട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവളെ ഇവിടെ ഇരുന്ന് നിയന്ത്രിച്ചു കളയാമെന്ന് ഒരമ്മമാരും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചിടത്തൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തകർന്നില്ലാണ്ടാവുന്നത് ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. എന്റെ മോൾക്ക് വലിയൊരു ഭാഗ്യം വന്നു. എന്റെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അതിനൊരു കുഴപ്പവും വരാൻ പാടില്ല. തങ്കത്തെ പോലെ ചിന്തിക്കാൻ വേറെ ആർക്കും ആവില്ല. അത് തെറ്റാ ഗോപാല. മക്കളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കും അങ്ങനെ പെരുമാറാനേ പറ്റൂ. മോൾക്ക് വേണ്ടി ജീവൻ കളയുമെന്നൊക്കെ വെറുതെ ഇരുന്ന് വീമ്പ് പറഞ്ഞ പോരെ, അതുള്ളിൽ തട്ടണം. എന്റെ മോള് എനിക്ക് ജീവിതം തിരിച്ചു തന്നു. ആ കടമ തീർത്ത അവൾക്ക് ദൈവം വലിയൊരു ജീവിതം കൊടുത്തു. അതാ നടന്നേ. ഗാഥ എന്താ ഇതുവരെ വരാത്തെ? ഇനിയിപ്പോ വന്നില്ലെങ്കിൽ എങ്ങനെയാ? സിത്താര മേടത്തെ ഒന്ന് വിളിക്കാം. മോളെ, മോള് വന്നേ. വിളക്ക് വെക്കാൻ സമയമായി. അയ്യോ, ഞാൻ ഇപ്പൊ വരാമേ. അയ്യോ, ഇന്ന് മോളാ വിളക്ക് വെക്കേണ്ടത്. വാ, ഇങ്ങോട്ട് വാ. വാ. അതെ. ആ ഗാഥമാടെ ഇത് എവിടെയാ കറങ്ങി നടക്കുന്നത്? ഞാൻ കരുതിയത് വിവാഹം കഴിഞ്ഞ ഫുൾ ടൈം നവീൻ സാറിന്റെ കൂടെ കാണുമെന്നാ. ഇപ്പോ ഒരാവശ്യത്തിന് ആളെ കണ്ടുപിടിക്കണമെന്നായി. എടോ, താൻ വെറുതെ ഓരോന്ന് പറഞ്ഞ അയാളെ വിഷമിപ്പിക്കല്ലേ. എന്തെങ്കിലും കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഗാഥ നേരെ ഫോൺ എടുത്ത് മമ്മിയെ വിളിക്കലാണ് ഇപ്പൊ പണി. അത് പിന്നെ അങ്ങനെയല്ലടാ വേണ്ടത്. അല്ലാതെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് അതുവരെ കണ്ടിരുന്നവരെയൊക്കെ മറക്കാൻ പറ്റുമോ? മോളെ, പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. വാ. മോളെ, ആ വിളക്ക് കത്തിക്കേ. പെട്ടെന്ന് ഗാഥ ഇവിടെ എത്തണേ. ഇനി എന്നെ പരീക്ഷിക്കരുതേ.
ഇപ്പഴാ ഈ വീടിനൊരു ഐശ്വര്യം വന്നത് അല്ലേ അമ്മേ? ഭാഗ്യം കൊണ്ടുവന്ന കുട്ടിയാ സുമിത്രേ, സംശയമൊന്നുമില്ല. ഹലോ മാഡം, എന്തു പറ്റി മാഡം? എന്താ ഇത്ര സമയമായിട്ട് എന്നെ വിളിക്കാത്തെ? ഗാഥ ഇങ്ങോട്ട് എത്താറായോ? മാഡം എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കേൾക്കുന്നുണ്ട്. മാഡം, ഞാനേ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഫോട്ടോ അങ്ങോട്ട് അയക്കാം. ആ നിറത്തിലുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് ഗാഥ ഇങ്ങോട്ട് വന്നാ മതി. ഞാനേ ആരും കാണാതെ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോളാം. കൃഷ്ണ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ ഒരു ദിവസം എങ്ങനെയെങ്കിലും നീ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഓഹോ, എന്താ മേഡം ഈ പറയുന്നേ? ഈ രാത്രി എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മേഡം എന്താ എന്നിട്ട് തമാശ കളിക്കാണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇന്നൊരു ദിവസം നീ അവിടെ നിന്നേ പറ്റൂ. നാളെ രാവിലെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ കൊണ്ട് പറ്റില്ല. ഈ നിമിഷം ഞാനിവിടെ ഇറങ്ങും. ഏതോ ഒരാളിന്റെ കഴുത്തിൽ താലി കെട്ടി ഇനി അയാളുടെ മണിയറയിലേക്ക് കൂടി ഞാൻ പോണോ? ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. മാഡത്തിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അനുസരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എങ്കി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഇങ്ങ് തന്നേക്ക്. പറ്റൂ നിനക്ക്? ഇതെന്ത് ന്യായ മാഡം? പണം തന്നപ്പോ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ? ഓ, അങ്ങനൊരു ഭീഷണി ഉണ്ടോ നിന്റെ കയ്യില്? എങ്കി പിന്നെ ആ പണം കൊണ്ട് നീ സുഖപ്പെടുത്തിയ നിന്റെ അമ്മയുണ്ടല്ലോ, അവരെ ഞാനൊന്ന് കാണട്ടെ. എന്താ വേണോ? അങ്ങനെ എനിക്ക് പോവേണ്ടി വന്നാ പിന്നെ നീ അങ്ങോട്ട് ചെല്ലുന്നതേ ചലനമില്ലാതെ കിടക്കുന്ന നിന്റെ അമ്മയെ കാണാനിട്ടായിരിക്കും. എന്താ മേഡം ഇത്? എന്നോട് എന്തെങ്കിലും പകയുണ്ടോ മേഡത്തിന്? അല്ലെങ്കിൽ എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്ന? തൽക്കാലം ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. അത് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നാളെ രാവിലെ വരെ സമയം വേണം. അതുവരെ നീ അവിടെ നിന്നേ പറ്റൂ. ഇന്നത്തെ രാത്രി നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതേ നവീന്റെ മണിയറയിൽ നവീന്റെ ഒപ്പം ഉറങ്ങാനല്ല.